സവാളയും ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും വേണം. ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കറുകപ്പട്ട ഇട്ട് കൊടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഉള്ളിയും മസാലപ്പൊടിയും നല്ല റോസ്റ്റ് പരുവത്തിലെത്തുമ്പോൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും ലേശം കുടംപുളിയും ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് മസാല നല്ല കുഴമ്പ് പരുവത്തിലെത്തുമ്പോൾ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കണം. ക്രാബിന്റെ കാവിയർ എന്നറിയപ്പെടുന്ന അതീവ രുചികരമായ കല്ലയാണ് മഞ്ഞയും ഓറഞ്ച് നിറത്തിലും ഉള്ളത്. മസാലയുടെ മുകളിൽ ഞണ്ട് ആവിയിൽ വേകുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. റോസ്റ്റ് മസാല ഞണ്ടിൽ പുരളുന്ന വരെ മെതിയെ ഇളക്കി കൊടുക്കണം. ഈ മസാലയിൽ ഞണ്ടിറച്ചി ചെറിയ ചൂടിൽ ഒരു 7 മിനിറ്റിൽ നന്നായിട്ട് കുക്കാവും. ഞണ്ടിൽ റോസ്റ്റ് മസാല നന്നായിട്ട് യോജിച്ച് ചാറ് നല്ല പെരളൻ പരുവാകുമ്പം ലേശം പച്ച വെളിച്ചെണ്ണയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത എരിവുള്ള ഞണ്ടിനോടൊപ്പം കുറച്ച് ചോറും മോരുകറിയും ലേശം വാഴയ്ക്ക ഉപ്പേരിയും അസാധ്യ രുചിയാണ്. ഞണ്ടിന്റെ കാലിന്റെ തോട് കടിച്ചു പൊട്ടിച്ചു മസാലയുമായി ഊറി കഴിക്കുന്നത് ഒരു ഒന്നൊന്നര അനുഭവമാണ്. കടലിലെ ഞണ്ട് വെച്ചും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.